ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ ഈ സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊജക്ടറാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ പ്രൊജക്ടേഴ്സ് ഇപ്പോൾ. അതായത് നിങ്ങൾക്ക് 1080p ക്വാളിറ്റിയിലും തിയേറ്റർ പോലെ നിങ്ങൾക്ക് സിനിമയൊക്കെ കാണാൻ പറ്റിയ ഒരു പ്രൊജക്ടറാണ്. ഈ ഒരു പ്രൊജക്ടറിൻ്റെ പേര് വാൻബോ T4 എന്നാണ്. ഈ പ്രൊജക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണം, ആ ലാപ്ടോപ്പിൻ്റെ അകത്തുനിന്നുള്ളത് സ്ട്രീം ചെയ്ത് തരും, അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ബോക്സ് കണക്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും വേണ്ട. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് TV പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് ഓണാക്കി പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സാധനം ഒരു സുണ്ണാപ്പിയുണ്ട്, ഹെരിഗോ. ഈ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ആമസോൺ ആണെങ്കിൽ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻ്റർഫേസ് തന്നെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇത് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാൻബോ T4 വാങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അഡാപ്റ്റർ കിട്ടും. നമ്മുടെ പ്രൊജക്ടറിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് പോർട്ടുകളുണ്ട്. ഒന്നാമത്തത് പവർ പോർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഈ സാധനം കണക്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്കൊരു USB വരും, പിന്നീട് ഒരു HDMI വരും, പിന്നീട് നമുക്കൊരു ഹെഡ്ഫോൺ ജാക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ബാറിലേക്ക് ഒരു ഓക്സ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു റെഡ് ലൈറ്റ് കണ്ടാടേ, അത് തന്നെ. ഞാനിതിനെ ഇങ്ങോട്ടെടുത്ത് വെക്കുകയാണേ. വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്താലല്ലേ സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ. ഇതാണ് പവർ ബട്ടൺ. ഇത് അമർത്തുന്ന സമയത്ത് ഇവിടെ ഗ്രീൻ ആവും. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞ് വരും. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു പ്രൊജക്ടർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അമ്മാനം ആടാനായിട്ട് പറ്റും. രണ്ട് സൈഡിലായിട്ട് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന 2 സ്പീക്കർ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആദ്യമേ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കട്ടെ. 23,000 രൂപയാണ് ആമസോണിൽ. പക്ഷേ വെർത്തായിട്ടുള്ള സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ഓണാക്കി കാണിച്ചു തരാം. വാൻബോ എന്ന് എഴുതി വന്നത് കണ്ടോ? ഈ ഒരു പ്രൊജക്ടറിൻ്റെ അകത്ത് ഒരു ക്യാമറ അവർ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട്. അതായത് ഈ പ്രൊജക്റ്റിംഗ് ലെൻസിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ക്യാമറ. ആ ക്യാമറ വെച്ചിട്ട് ഓട്ടോ ഫോക്കസ് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇത് ഓട്ടോ ഫോക്കസ് ചെയ്യുവാണ്. നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പക്കയായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. കണ്ടോ, ഇതിങ്ങനെ ബ്ലറായി വന്ന് വീണ്ടും ബ്ലറായി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് തരും. കണ്ടോ, ഇത് നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് TV പോലെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മുടെ റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാം, യൂട്യൂബ് എടുക്കാം, ഡിസ്നി എടുക്കാം, HBO Max എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഇട്ടു എന്ന് വെച്ചോ, നെറ്റ്ഫ്ലിക്സിലേക്ക് ഡയറക്റ്റ്ലി ലോഗിനായി പോവും. എന്നിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും, എന്തൊക്കെ സീരീസ് ഉണ്ടോ അതെല്ലാം നോർമലി നമ്മളൊരു TVക്കകത്ത് കാണുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ, കോൺജറിങ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പിന്നീട് എന്തെങ്കിലും എക്സ്ട്രാ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലായിട്ട് ആപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്പ് സ്റ്റോർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ആപ്പാണോ വേണ്ടത്, അതിപ്പോൾ സ്പോട്ടിഫൈ ആണെങ്കിൽ സ്പോട്ടിഫൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറും ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്തുനിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൊജക്ടറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തുകൊണ്ട് ഞാനിത് പറയുന്നു, ഇത് അടിപൊളി എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇതിൻ്റെ അകത്തുള്ള സ്പീക്കർ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും. കുറച്ച് വോളിയം കുറവാണ്. നിങ്ങൾക്കൊരു എക്സ്ട്രാ സൗണ്ട് ബാറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഇത്രയല്ലേ വലിപ്പം വരുള്ളൂ എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇതിനകത്ത് ചെറുതായിട്ട് ഒരു ബ്രൈറ്റ്നസ് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളറല്ല, ഇത് ഗ്രേ കളറാണ് ഇവിടുത്തെ പെയിൻറ്റ്. അതിൻ്റെ ഗ്രേ കളർ ആയതിൻ്റെ പ്രശ്നമാണ്. ഞാനിതിനെ പുറകിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ട, തിയേറ്റർ പോലെ നിങ്ങൾക്ക് വീട്ടിൽ ഇച്ചിരി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഗെയിം ആണെങ്കിൽ ഗെയിം, എന്ത് വേണമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ സൈസും വെച്ച് നോക്കിയാൽ മതി. എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുമോ? പറ്റൂല. ഇത്രയുണ്ട്. ആൻഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ ഓരോ പിക്സൽസും ഭയങ്കര ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബാറ്റ്മാനൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നത് ബാറ്റ്മാൻ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇരിപ്പുണ്ട്. ഫേസ്ബുക്ക് എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്. ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എവിടെ? യൂട്യൂബും ഇത്രയുണ്ട്. ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.0 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2.5 GHz 5 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോണിൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിയൽ ടൈം ആയിട്ട് കാസ്റ്റ് ചെയ്യാനും
ഈ സാധനം കൊണ്ട് പറ്റും. ബ്ലൂടൂത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യാം, വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഈ പ്രൊജക്ടറിൻ്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റും. അതായത് ടൈമർ ആഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങളിപ്പോൾ ഇൻ കേസ് നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയെന്നുണ്ടെങ്കിൽ വെറുതെ കറണ്ട് കളയേണ്ട, ഇത് ഓഫ് ആവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി അടുത്ത ഫിഫ അല്ലെങ്കിൽ ISL നിങ്ങൾ കാണുന്ന സമയത്ത് ഇതൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് അതിലേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ ഗസ്റ്റും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ISL അല്ലെങ്കിൽ അടുത്ത ഫിഫയൊക്കെ കാണാനായിട്ട് പറ്റും. ഫിഫയിനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു തന്നാണ്, ഒരുപാട് നാളായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2017 18 ഞാനൊരു പ്രൊജക്ടർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു പ്രൊജക്ടറും റിവ്യൂ ചെയ്തില്ല. പിന്നെ പ്രൊജക്ടേഴ്സിൻ്റെ എനിക്കുള്ളൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ വലിയ സൈസ് തന്നെയാണ്. ഇത്രയും വലിയൊരു സാധനം കൊണ്ടുവന്ന് വയ്ക്കണം, അതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വൈഫൈ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള സോഴ്സും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ബ്ലൂറേ ഒക്കെ പെൻ ഡ്രൈവിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് അത് പ്ലേ ചെയ്യാനായിട്ടും പറ്റും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പെൻ ഡ്രൈവിലൊക്കെ സിനിമ കയറ്റി കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഇൻ കേസ് കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ആരെയും നശിപ്പിക്കാൻ ഞാനില്ല, അതെല്ലാം തെറ്റാണ്. പക്ഷെ വളരെ ഇഷ്ടം, ആരും അറിയില്ല. പിന്നെ ഹെഡ്ഫോണൊക്കെ കണക്ട് ചെയ്യണമെന്ന് അത്രേ ഉള്ളൂ. പുറകിലായിട്ട് ഈ കാണുന്നത് ഇതിൻ്റെ അകത്തുള്ള ചൂടിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വെൻസാണ്. അപ്പോൾ നല്ല രീതിക്ക് ഹീറ്റ് മാനേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നും ചൂടാവില്ല, എന്നാൽ ആ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, വെള്ള കളറാണ്. നല്ല അഴുക്കാവും എന്ന് പറഞ്ഞാൽ നല്ല അഴുക്കാവും. നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വിത്ത് കെയർ. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിനകത്ത് വേണമെങ്കിൽ IMAX സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് അവതാർ 2ൻ്റെ പ്രിൻ്റ് കിട്ടപ്പം അവതാർ പ്രിൻ്റിൻ്റെ ഒറിജിനൽ നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും OTTയിൽ വരപ്പം നിങ്ങൾക്ക് ഇരുന്ന് കാണാം കേട്ടോ. വെറുതെ അതിൻ്റെ പ്രിൻ്റ്. വീട്ടിൻ്റെ അടുത്തൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, 50 രൂപ വെച്ച് എല്ലാത്തിൻ്റെ ഒന്നും പിരിച്ചിട്ട് അവതാർ 2 കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവതാർ 1 എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ വിളിച്ച് വരുത്തി അവന്മാരെ IMAX സ്ക്രീനാണ്, ഞാൻ 10 ലക്ഷം രൂപ എടുത്ത് വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞ് തള്ളി മറിച്ച് നിങ്ങൾക്ക് കാശ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാനുള്ള കുറച്ച് ഗെയിമുകൾ വേണമെന്നുണ്ടെങ്കിൽ, ആൻഡ്രോയിഡിലെ ഗെയിമുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗെയിമുകളൊക്കെ കണ്ട് എന്നെ സഹായിക്കുകയും ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.